gracious, most merciful, praise be to God, Lord of the world, the beneficent, the merciful. Honor us the day of judgment, honor us the day of judgment. Thee alone we worship, Thy help we see. Lead us to the straight path, honor us the day of judgment, honor us the day of judgment. Thee alone we worship, Thy help we see. Lead us to the straight path, honor us the day of judgment, honor us the day of judgment. Good evening to all. ബ്ലോസം കിഡ്സ് മോണ്ടിസോറി സ്കൂളിൻ്റെ സിയോറ 26 ആനുവൽ ഡേ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ KV നിയാസ് സാറിനെ ഏറ്റവും ഹാർദ്രമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ മുൻ വാർഡ് മെമ്പർ നമ്മുടെ എല്ലാവരും പ്രിയങ്കരായ ആയിഷ മേമിനെ ആശംസകൾ അർപ്പിക്കാനായി ഏറ്റവും വിനയപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ സെമീറ മേമിനെ ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ PTA പ്രസിഡൻറ്റ് ഇതുവരെ നമ്മുടെ സ്റ്റേജിൽ എത്തിയിട്ടില്ല. PTA പ്രസിഡൻറ്റിൻ്റെ അഭാവത്തിൽ ഞാൻ PTA പ്രസിഡൻറ്റ് ജസീന മേമിനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ടീച്ചേഴ്സ്, എൻ്റെ നാട്ടുകാർ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, മറ്റെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. It is our third annual day program of Blossom Kids Montessori School. Today is a very special day for us. നമ്മൾ ഒരു വർഷം പഠിച്ചതും നേടിയെടുത്തതുമായ ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സ് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനുള്ള ദിവസമാണിന്ന്. ഡിയർ പേരൻസ്, താങ്ക് യു ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. നിങ്ങളുടെ പിന്തുണയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ സാധ്യമാകില്ലായിരുന്നു. നിങ്ങളുടെ സ്നേഹവും പിന്തുണയുമാണ്, വിശ്വാസവുമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. Along with academics, we give equal importance of art and creativity. പഠനത്തോടൊപ്പം കലയും കുട്ടികളുടെ ജീവിതത്തിൻ്റെ പ്രധാന ഭാഗമാണ്. Art helps the children to express their feelings. കലയിലൂടെ കുട്ടി സ്വന്തം ചിന്തകളും സന്തോഷവും പ്രകടിപ്പിക്കുന്നു. When learning and art go together, children become happy learners. ഇത് തന്നെയാണ് നമ്മുടെ മോണ്ടിസോറി മെത്തേഡും. മോണ്ടിസോറി എഡ്യൂക്കേഷനിലൂടെ കുട്ടി സ്വയം പഠിക്കാൻ, സ്വന്തമായി തീരുമാനമെടുക്കാൻ, കോൺഫിഡൻ്റ് ആകാൻ പഠിക്കുന്നു. അവർ ഇവിടെ കളിച്ചും പ്രവർത്തിച്ചും അവരുടെ ജീവിത നൈപുണ്യങ്ങൾ നേടിയെടുക്കുന്നു. Our teachers guide the children with love and patience. Now, let us enjoy the colorful performances by our little Montessori stars. Once again, I invite you all Ziora 26 annual day program. Now I am going to invite our Sabra ma'am for presidential address. ഇന്ന് നല്ലൊരു സായാഹ്നത്തിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. കാരണം 2 ദിവസം മുമ്പ് നല്ല മഴ, കാർമയൊക്കെ മൂടിയൊരു അന്തരീക്ഷമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാമിന് വേണ്ടി നമുക്ക് അന്തരീക്ഷം പോലും നമുക്ക് അനുകൂലമായിട്ടുണ്ട്. ന്യൂനമർദ്ദം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒത്തിരി ടെൻഷനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം. ഇതുവരെ, അതായത് നമ്മളിപ്പോൾ 3 വർഷം പൂർത്തിയാക്കുകയാണ് ഈ ബ്ലോസം കിഡ്സ് മോണ്ടിസറി സ്കൂൾ. ഈ 3 വർഷം പൂർത്തിയാക്കുന്ന ഈ വേളയിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് നിങ്ങളോടാണ്. പാരൻസായിട്ട് ഞങ്ങളെ മുമ്പിലിരിക്കുന്ന നിങ്ങളോടാണ്. കാരണം നിങ്ങളുടെ അകമഴിഞ്ഞ സ്നേഹവും പിന്തുണയും കട്ട സപ്പോർട്ട് അത് മാത്രമാണ് ഞങ്ങളെ ഇന്നിവിടെ ഇതുവരെ എത്തിച്ചത്. 3-ാം വർഷത്തിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാം,
കാരണം ഇവിടെ ഞങ്ങൾ കൊടുക്കുന്നത് വാല്യൂ ഓഫ് എഡ്യൂക്കേഷനാണെന്ന്. നമ്മുടെ അടുത്തുനിന്ന് പോകുന്നൊരു കുട്ടി ഒരിക്കലും അവൻ മോശമാണ് എന്നുള്ള രീതിയിൽ ഒരാളും പറയില്ല എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. കാരണം ആ രീതിയിൽ മോൾഡ് ചെയ്തെടുക്കാൻ ഇവിടുത്തെ ടീച്ചേഴ്സ് ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം ബ്ലോസം കിഡ്സ് മോണ്ടിസോറിയെ കുറിച്ചിട്ടുള്ള ഹിസ്റ്ററി ഒന്നും ഞാൻ ഒരുപാടൊന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്കെല്ലാം അറിയാം. നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ ഓരോ ഉയർച്ചയും താഴ്ചയും കാണുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് നിങ്ങളോട് തന്നെയാണ്. ഇവിടെ നമുക്ക് ഉദ്ഘാടനത്തിനെത്തിയ നിയാസ്, നമ്മുടെ ഈ വാർഡ് മെമ്പർ, നമ്മുടെ വാർഡ് തന്നെയുള്ള ആളാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം നമ്മുടെ മുൻ മെമ്പർ ഐഷ ചേലപ്പുറത്തുണ്ട്. 2 വർഷമായി ഐഷ മാമിൻ്റെ അകമഴിഞ്ഞ പിന്തുണ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പം ഇനിയും തുടർന്ന് നമുക്ക് കിട്ടും തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഓരോ കാര്യത്തിനും ഇവിടെ എന്ത് പറഞ്ഞാലും, ഇപ്പം മാമിനൊക്കെ കഴിഞ്ഞ തവണ ഓരോ ഇൻഡിപെൻഡൻസ് ഡേ ആവട്ടെ, എന്തൊരു കാര്യത്തിന് വന്നാലും മാം റെഡിയാണ്. കാരണം നമ്മുടെ കുട്ടികളാണ്, നമ്മളെ കുട്ടികളെ ഉയർച്ചയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ സെൻസറി ബേസ്ഡ് ആണ്. സെൻസ് ഒരു കുട്ടിയുടെ ഡെവലപ്പ് ചെയ്തെങ്കിൽ കുട്ടിക്ക് കറക്റ്റായിട്ട് എഡ്യൂക്കേഷനിലൂടെ മുന്നേറാൻ സാധിക്കുകയുള്ളൂ. കാരണം നമുക്കറിയാം, നമ്മുടെ കണ്ണ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി 4 സെൻസ് നമുക്ക് പെർഫെക്റ്റ് ആണ്. പക്ഷേ കണ്ണ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബ്ലൈൻഡാണ്, കാഴ്ചയില്ല, കളറ് മുമ്പിലില്ല, ആകെ ഇരുട്ട് മാത്രമാണ്. അതേസമയം കേൾവിയാണ് നഷ്ടപ്പെടുന്നതെങ്കിലോ ബാക്കി 4 ഉണ്ട്, പക്ഷെ കേൾവി നഷ്ടപ്പെട്ടാൽ അവിടെയും നമുക്ക് പൂർണ്ണതയില്ല. പൂർണ്ണമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് നമ്മുടെ 5 സെൻസ് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെയാണ്. ഈ ബേസിലാണ് നമ്മുടെ മോണ്ടിസറി മെത്തേഡിലൂടെയുള്ള എഡ്യൂക്കേഷൻ പോകുന്നത്. സെൻസ് ബേസ് ചെയ്തിട്ട്, അതായത് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ 2.5 വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഈ ഒരു ഡെവലപ്മെൻറ്റിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നൊരു കുട്ടി വളരെ വ്യക്തമായി ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ട്രഡീഷണൽ മെത്തേഡിന് വിഭിന്നമായി തൻ്റെ ഉള്ളിലുള്ള കഴിവുകളാണ് പുറത്തേക്ക് എടുക്കുന്നത്. അവിടെ ഒത്തിരി കഴിവുകൾ, നമ്മുടെ മുമ്പിലിരിക്കുന്ന നമ്മുടെ കുഞ്ഞു മക്കളിൽ ഒരുപാട് കഴിവുകളുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ ഫോണിൽ ഒരുപാട് സെറ്റിങ്സൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് പോലും അതൊന്നും അറിയില്ല. പക്ഷെ നമ്മുടെ കുഞ്ഞു മക്കളുടെ അടുത്ത് ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഈസി ആയിട്ട് അത് നമുക്ക് എടുത്ത് കാണിച്ചു തരുന്നത്, ഇങ്ങനെ എടുക്കൽ നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലല്ലേക്കും. അത്രയും ബാക്കിലാണ് നമ്മൾ, പക്ഷെ അവർ മുമ്പോട്ട് പോവുകയാണ്. ഇന്നത്തെ ആൽഫ കുട്ടികളായിട്ട് നമ്മൾക്ക് ജെൻസിയിൽ പെട്ടുന്നതാണ്. ഇപ്പോഴത്തെ ഈ ആൽഫ കുട്ടികൾ വളരെ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അവരുടെ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ് 100% സക്സസ്ഫുൾ ആക്കാൻ ഇതേപോലൊരു മെത്തേഡ് നമുക്ക് അനിവാര്യമാണ്. ആ ഒരു മെത്തേഡിലൂടെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ കുട്ടികളുടെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റി, ഇവിടെ നമുക്ക് കുറച്ച് മെറ്റീരിയൽസും കുറച്ച് കുട്ടികളൊക്കെ സാധനങ്ങളായിട്ട് ഇരിക്കുന്നുണ്ട്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലും മാത്തമാറ്റിക്കൽ ഏരിയയിലും ലാംഗ്വേജ് ഏരിയയിലുള്ള ആക്ടിവിറ്റിയാണ് നിങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ കുഞ്ഞു കുട്ടികൾ കാണിക്കുന്നത്. അപ്പോൾ ഇത് അവരാർജിച്ചെടുക്കുന്നത് നമ്മുടെ ട്രെയിനിങ്ങിലൂടെയാണ്. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് മെത്തേഡ് അവരുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവുമ്പോൾ, എത്ര ബാക്ക്വേർഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ പോലും അവന് മുമ്പോട്ടുള്ള പഠനത്തിലാണെങ്കിലും ശരി, അവൻ്റെ ഡെയിലി ലൈഫിലാണെങ്കിലും ശരി, ഉന്നതിയിലെത്തിക്കാൻ നമുക്ക് സാധിക്കും. ഒരുപാട് നീട്ടുന്നില്ല, കാരണം നമുക്ക് കുട്ടികളുടെ ഒരുപാട് പ്രോഗ്രാംസ് നമുക്കിവിടെ കാണേണ്ടതുണ്ട്. ഇവിടെ നടക്കുന്ന ഓരോ പ്രോഗ്രാംസിൻ്റെയും പിന്നിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ നെടുന്തുണായിരിക്കുന്ന ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ അകമഴിഞ്ഞ പിന്തുണ, അവരുടെ കഴിവുകളാണ് നിങ്ങളിവിടെ ഇന്ന് ഈ സ്റ്റേജിൽ കാണാൻ പോകുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഉദ്ഘാടനത്തിനായി വാർഡ് മെമ്പർ നിയാസ് സാറിനെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന പ്രിയപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ അധികാരി, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ മുൻ മെമ്പറുമായിട്ടുള്ള ആയിഷ ചേലപ്പുറത്ത്, മറ്റു ഈ സ്ഥാപനത്തിലെ അധ്യാപികമാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, രക്ഷിതാക്കളെ, ഈ പ്രദേശത്തിൻ്റെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഏറെ സന്തോഷം നൽകുന്ന ഒരു ചടങ്ങിലാണ് നാം ഇന്ന് നിലകൊള്ളുന്നത്. അതിലുപരിയായിക്കൊണ്ട് ബ്ലോസം കിഡ്സ് എന്ന് പറയുന്ന ഈ സ്ഥാപനം
ഞാൻ മനസ്സിലാക്കുന്നത് മൂന്നാം വർഷം ഈ 2025-2026 എന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിൻ്റെ 3-ാം വയസ്സ് തികയുന്ന സമയമാണ്. നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ പലതരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുടക്കം കുറിക്കുന്നതും അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണവുമൊക്കെ നമ്മൾ നിരീക്ഷിച്ചാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ടാണ് ഈ ബ്ലോസം കിഡ്സ് വേറിട്ടു നിൽക്കുന്നത് എന്ന് ഈ കുറഞ്ഞ കാലയളവിൽ 3 വർഷം കൊണ്ട് ഈ സ്ഥാപനം 60ഓളം കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം, 8ഓളം അധ്യാപകർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം, അതിലെല്ലാം ഉപരിയായിക്കൊണ്ട് ഏറെ സന്തോഷം നൽകുന്നത് പല ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളും KG സെക്ഷനിൽ മാത്രം ഒതുങ്ങിക്കൂടുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് 1 മുതൽ 4 വരെ LP തലം ഈ 3 വർഷം കൊണ്ട് ഇവിടെ ആരംഭിച്ച് വളരെ മനോഹരമായി ഈ ഒരു സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഈ സ്ഥാപനത്തിൻ്റെ അധ്യാപകരെയും അതുപോലെ തന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റിനെയും ഈ ഒരു പ്രദേശത്തിൻ്റെ ഈ ഒരു വാർഡിൻ്റെ മെമ്പർ എന്ന നിലയ്ക്ക് അഭിനന്ദിക്കാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് എത്രത്തോളം പ്രയാസകരമാണ് എന്ന് നമുക്ക് ചിന്തിച്ചാൽ അറിയാം. പ്രത്യേകിച്ച് നമ്മുടെ പ്രദേശങ്ങളിൽ തന്നെ ഒരുപാട് വിദ്യാലയങ്ങൾ KG സെക്ഷൻ ആവട്ടെ അല്ലെങ്കിൽ മറ്റു പല രൂപത്തിലും CBSEയും അല്ലാതെ മറ്റു മീഡിയങ്ങളുമൊക്കെ ആയിട്ട് വല്ലാതെ മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന രൂപത്തിൽ നിങ്ങൾ ഈ ഒരു സ്ഥാപനത്തോട് അത്രമാത്രം കൂറ് കാണിച്ച് ഈ സ്ഥാപനത്തിൽ കുട്ടികളും രക്ഷിതാക്കളും ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസവും അല്ലെങ്കിൽ പാഠ്യേതര വിഷയങ്ങളിൽ സ്പോർട്സ് ആവട്ടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആനുവൽ ഡേ ആകട്ടെ അത് വളരെ മനോഹരമായി നിർവഹിക്കുന്നത് കൊണ്ട് മാത്രമാവും ഇത്തരത്തിൽ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ഈ സ്ഥാപനത്തിന് ഇത്രമേൽ അധികം വളരാൻ സാധിച്ചിട്ടുള്ളത് എന്ന് തീർച്ചയാണ്. ഇനിയും ഈ സ്ഥാപനത്തിനുള്ള മുന്നോട്ടുള്ള നടത്തിപ്പിനെല്ലാം ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്ന നിലയിലും ഈ പ്രദേശത്തുകാരൻ എന്ന നിലയിലും നിങ്ങളോടൊപ്പം പൂർണ്ണമായിട്ടും എല്ലാത്തിലും ഉണ്ടാവും എന്നുകൂടി ഈ സമയത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതലൊന്നും തന്നെ സംസാരിക്കുന്നില്ല. നമ്മളൊക്കെ കാത്തിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഈ പരിപാടിയുടെ സ്റ്റേജിൽ ഞാൻ വരുന്നതെങ്കിലും 2 വർഷം നടന്ന ചടങ്ങിലും ഒരു കാണിയായിട്ട് ഞാൻ ഈ മുമ്പിൽ ഉണ്ടായിരുന്നു എന്നതും ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ കാത്തിരിക്കുന്നത് ഈ ഉദ്ഘാടന ചടങ്ങിനല്ല, കുട്ടികളുടെ ഈ മനോഹരമായിട്ടുള്ള പരിപാടി കാണാൻ വേണ്ടിയിട്ടാണ്. അത് വളരെ മനോഹരമായിട്ട് ഇവിടെ നടത്തണം. കുട്ടികൾ ഓരോ രൂപത്തിലും നമുക്കറിയാം വിദ്യാഭ്യാസം കൊണ്ട് മാത്രം അല്ലെങ്കിൽ പാഠപുസ്തകത്തിലെ അറിവ് കൊണ്ട് മാത്രം മുന്നേറാൻ കഴിയുന്ന കാലഘട്ടത്തിലല്ല നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. പാഠപുസ്തകത്തിലെ വിദ്യാഭ്യാസവും അവൻ്റെ സർട്ടിഫിക്കറ്റും മാത്രം നോക്കിയിട്ട് മുന്നേറാൻ കഴിയുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിലേക്ക് ഇനി വരാൻ പോകുന്നുമില്ല എന്ന് തീർച്ചയാണ്. സർട്ടിഫിക്കറ്റുകൾക്കോ അല്ലെങ്കിൽ മറ്റു മൂല്യങ്ങൾക്കോ അല്ല ഇന്നത്തെ കാലത്ത് ഏത് ജോലിയാവട്ടെ അല്ലെങ്കിൽ മറ്റു യാത്രകളാകട്ടെ മുമ്പോട്ടുള്ള നടത്തിപ്പാവട്ടെ എല്ലാത്തിനും സർട്ടിഫിക്കറ്റിൻ്റെ ഉപരിയായിക്കൊണ്ട് തൻ്റെ കഴിവുകളുടെ ഒരു ഇൻ്റർവ്യൂവിൽ മുഖാമുഖം സംസാരിച്ച് അവൻ എത്രത്തോളം പ്രാപ്തിയുണ്ട്, ഒരു ജോലി ഏൽപ്പിച്ചാൽ എത്രത്തോളം മനോഹരമായിട്ട് ചെയ്യും എന്ന ഒരു കണ്ടീഷനോടുകൂടി അല്ലെങ്കിൽ അതിനെ വിലയിരുത്തിയിട്ടാണ് ഇന്ന് ഓരോരുത്തരുടെയും ഉയർച്ച മുമ്പോട്ട് പോകുന്നത്. ആ സമയത്ത് ഇത്തരത്തിലുള്ള ആനുവൽ ഡേ കുട്ടികളുടെ ആദ്യമായിട്ടുള്ള സ്റ്റേജിലേക്കുള്ള കടന്നുകയറ്റം അല്ലെങ്കിൽ ഒരു മൈക്കിൻ്റെ മുമ്പിലേക്ക് വരുന്ന ഒരു ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഇത് വളരെ മനോഹരമായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ പരിപാടി ഔദ്യോഗികർക്ക് വേണ്ടി മാത്രം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വേദിയിലുള്ള നമ്മുടെ ഉദ്ഘാടനം ചെയ്ത വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള വ്യക്തിത്വങ്ങളെ, എൻ്റെ മുന്നിലുള്ള രക്ഷിതാക്കളെ, കുട്ടികളെ, നാട്ടുകാരെ, കാര്യങ്ങളൊക്കെ ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞു. എങ്കിലും ഞാൻ ഇനിയും ഈ അടുത്ത 5 വർഷം ഈ സ്കൂളിൻ്റെ ഒരു പരിപാടിക്കും ഞാൻ ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതിയതായിരുന്നു. ഏതായാലും എന്നെ ഓർത്തെടുത്ത് വിളിച്ചതിൽ ടീച്ചേഴ്സിനോട് ഞാൻ
അകമഴിഞ്ഞ് നന്ദി അറിയിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 3 വർഷം ഈ സ്കൂളിൻ്റെ സ്ഥാപക ദിനം തൊട്ടിട്ട് ഇന്നേ വരെയുള്ള പരിപാടിയിൽ എല്ലാ പരിപാടിയിലും ഒരു തൈ നടുവായാലും ഒരു റിബൺ കട്ട് ചെയ്യുകയാണെങ്കിലും ഞാൻ ഉണ്ടായിരുന്നു. ഇവരെന്നെ ക്ഷണിച്ചിരുന്നു. ഞാൻ സന്തോഷത്തോടു കൂടി ഏത് തിരക്കും മാറ്റിവെച്ച് ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഇപ്രാവശ്യം ഞാൻ വേറൊരു വാർഡിലാണ് മത്സരിച്ചത്, 17-ാം വാർഡ്. ഇത് 13-ാം വാർഡാണ്. അതിൽ 17-ാം വാർഡിൽ മത്സരിച്ചതാണ്. എന്നിട്ട് ഇവർ എന്നെ ഓർത്തെടുത്ത് ഇങ്ങോട്ട് ക്ഷണിച്ചു. എന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ കഴിഞ്ഞ തവണകളൊക്കെ പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോഴും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റോഡിൽ തന്നെ 3-4 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ 60ഓളം കുട്ടികൾ ഈ സ്ഥാപനത്തിൽ പഠിക്കാൻ കാരണം എന്താവും എന്ന് നമ്മൾ തന്നെ ആലോചിച്ചാൽ പോരെ. ഈ സ്കൂളിലെ ഈ ടീച്ചേഴ്സിൻ്റെയും രക്ഷിതാക്കളുടെയും ഒരു കൂട്ടായ്മ തന്നെ ആയിരിക്കും ഇവിടെയുള്ള വിജയം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ എന്തൊരു സംരംഭം തുടങ്ങുകയാണെങ്കിലും നല്ലൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ ആ സംരംഭം വിജയിക്കുകയുള്ളൂ. അതിവിടെ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയും കഴിഞ്ഞ 2 വർഷങ്ങളിലും മിക്ക ടാലൻറ്റ് എക്സാമിനേഷനുകളിൽ ഇവിടുന്ന് കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ നേടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ടീച്ചേഴ്സിനോട് ചോദിക്കുകയായിരുന്നു, ഈ വർഷം പോയിട്ടില്ല. ഡിസ്ട്രിക്ട് കലോത്സവത്തിലേക്കുള്ള ഞങ്ങൾ തയ്യാറെടുപ്പിലാണുള്ളത്. ഏതായാലും ഡിസ്ട്രിക്ട് കലോത്സവത്തിൽ നല്ല വിജയം നേടി നല്ല കുട്ടികൾ നല്ല സമ്മാനം അവിടെ നിന്ന് തന്നെ വാങ്ങി ഇങ്ങോട്ട് വരാൻ സാധിക്കട്ടെ എന്നും കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. നെക്സ്റ്റ് ഫെലിസിറ്റേഷൻ അഡ്രസ്സിന് വേണ്ടി തുടക്കം മുതൽ ഈ വർഷം വരെ നമ്മുടെ PTA പ്രസിഡൻ്റായിട്ടുള്ള ജസീന മാമിനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും സുഖമാണ് കരുതുന്നത്. ഞാൻ 3 വർഷമായി ഈ സ്കൂളിൽ PTA പ്രസിഡൻ്റായിട്ട് നിൽക്കുകയാണ്. ഏതായാലും ഇവിടുത്തെ ടീച്ചേഴ്സിനെ ഞാൻ സമ്മതിച്ചിരിക്കുകയാണ്. കാരണം നമ്മളെല്ലാ മക്കളെ എല്ലാ പരിപാടിയിലും പങ്കെടുപ്പിച്ച് മക്കളെ നല്ല സപ്പോർട്ട് ചെയ്ത് ഒരു സ്കൂളിൽ ഞാൻ കണ്ടില്ല. എൻ്റെ 2 വലിയ മക്കൾ പഠിച്ചത് അപെക്സിലായിരുന്നു. പക്ഷേ അവരിത്ര കൂടുതൽ പരിപാടിയിലൊന്നും പങ്കെടുക്കണമെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല, 1-2 പരിപാടിയിൽ. പക്ഷേ എൻ്റെ മോൻ എപ്പോഴും പറയും, നസീറ മേം ആയാലും മറ്റുള്ള മേമുമാരായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെ എന്നെ തുടർന്നാൽ മതി എന്നാവും പറയുന്നത്. പക്ഷേ എൻ്റെ കുട്ടീനെ ഈ അടുത്ത വർഷം ഞാൻ ഇവിടുന്ന് മാറ്റണം. ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഇവിടെ തന്നെ പറഞ്ഞേക്കാനാണ് ഇഷ്ടം. കാരണം വലിയ നന്നായി ശ്രദ്ധിക്കും. ഞമ്മക്ക് കഴിയൂലെന്ന് പറയുകയാണെങ്കിലും സാരല്ല, നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്ന ടീച്ചേഴ്സാണ് ഇവർ. അവർക്കൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. ഞാൻ എന്താ പറയുക, പന്നിക്കോട് സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയതാണ്. നമ്മൾ നസീറ മാം ഇനി അവിടെ ഉണ്ടായിരുന്നത്. അവരും കൂടെ മാറിയപ്പം ഞാൻ അവരെ കൂടെ ഇങ്ങോട്ട് മോനെ മാറ്റി. അത് ടീച്ചറെ മെച്ചം കൊണ്ടാണ്. ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാ കുട്ടികളും ഇവിടെ തന്നെ പഠിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം 3 വർഷത്തെ എൻ്റെ ഒരു മകൻ ഇവിടെ വന്നൊരു അനുഭവം കൊണ്ട് പറയുകയാണ്. പിന്നെ നല്ല ടീച്ചേഴ്സാണ്, നല്ല നമ്മളെ മക്കളെ പഠിപ്പിക്കും. അതാണല്ലോ നമുക്ക് വേണ്ടിയത്. നല്ലൊരു വിദ്യാഭ്യാസമാണ് നമുക്ക് വേണ്ടിയത്. നമ്മളെ മക്കൾക്ക് നമ്മൾ ശ്രദ്ധിക്കണേക്കാട്ടും നന്നായി ശ്രദ്ധിക്കും. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരാണ് ടീച്ചേഴ്സിനും മക്കൾക്കും. ഓൾ ദി ബെസ്റ്റ്. Respected Chief Guests, Niyaz sir, then Aisha Biman, school management members, Sabira ma'am, Nasira ma'am, my dear teachers, parents, my loving students, and all who are present here, good evening to all. ഞാൻ നിങ്ങളുടെ മുന്നിൽ ആദ്യമായിട്ട് വരുന്നത്. അപ്പം മാം എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ പരിചയപ്പെടുത്താൻ നിൽക്കുന്നില്ല. എല്ലാവരും ഇന്നത്തെ ഈ ഒരു സുദിനം കുട്ടികളുടെ അമേസിങ് പെർഫോമൻസിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നറിയാം. എങ്കിലും ചെറിയ 1-2 വാക്കുകളിൽ ഞാൻ എൻ്റെ സ്പീച്ച് അവസാനിപ്പിക്കാം. ഇന്ന് നമ്മുടെ സ്കൂൾ ആനുവൽ ഡേ GRR 26 സെലിബ്രേറ്റ് ചെയ്യുന്ന സുന്ദരമായ ഒരു സായാഹ്നത്തിലാണ് നമ്മളുള്ളത്. ഈ ഒരു സന്തോഷകരമായ നിമിഷത്തിൽ നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഒരു വർഷം മുഴുവൻ നമ്മുടെ കുട്ടികൾ നേടിയ വിജ്ഞാനവും കഴിവുകളും പ്രകടിപ്പിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. പഠനത്തോടൊപ്പം ആർട്സ്, സ്പോർട്സ്, കൾച്ചറൽ പ്രോഗ്രാംസ് ഇവയിലെല്ലാം നമ്മുടെ കുട്ടികൾ കൈവരിച്ച നേട്ടങ്ങളുടെ ഒരു ഫെസ്റ്റിവൽ കൂടിയാണ് ഈ ആനുവൽ ഡേ. ഈ വിജയങ്ങൾക്ക് പിന്നിൽ ആഹോരാത്രം പരിശ്രമിച്ച ഇവിടുത്തെ അധ്യാപികമാർ, അതിലുപരി സ്നേഹത്തോടെയും സഹനത്തോടെയും നമ്മുടെ കുട്ടികൾക്ക്
മാർഗനിർദ്ദേശങ്ങൾ നൽകിയ രക്ഷിതാക്കളെയും ഞാൻ ആദരവോടെ ഈ ഒരു നിമിഷത്തിൽ സ്മരിക്കുകയാണ്. ഇന്നത്തെ ഈ പരിപാടികൾ കുട്ടികളുടെ ആത്മവിശ്വാസവും കഴിവുകളും വളർത്താൻ സഹായകമാവട്ടെ. On this wonderful occasion, I convey my heartfelt wishes to this function. Also, I wish our school many more years of success and glory. Thank you all.
and teacher, and my dear children. Good evening. Firstly, I would like to thank you for giving this opportunity to me. We sincerely thanks our ward member Niaz sir, our inaugurator, then PTA President Jasina ma'am, felicitation Aisha ma'am, Sabira ma'am, Nasira ma'am, our Blossom founders, our principal Samira ma'am, and our teachers, parents who help us to the makes the Ziara wonderful, great success. The special congratulations to our little children for their wonderful performance in the stage. Once again, thank you.